ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തേത് ഞങ്ങളുടെ ചെറിയ മോൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ചെറിയ രാജകുമാരൻ്റെ 8th ബർത്ത്ഡേ ആയിരുന്നു. അശ്നും ബർത്ത്ഡേ സെലിബ്രേഷനും എല്ലാം കൂടെയുള്ള ഒരു വ്ളോഗാട്ടോ ഇത്. ജാനുവരി 3-ാം തീയതി ആയിരുന്നു മോൻ്റെ ബർത്ത്ഡേ. ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം മോർണിംഗ് തന്നെ മോന് ബർത്ത്ഡേ സർപ്രൈസായിട്ട് കുറേ ഗിഫ്റ്റുകൾ 8 ബർത്ത്ഡേ സർപ്രൈസുകൾ ഒരുക്കി വെച്ചിരുന്നു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും ഞാൻ ഇതിൻ്റെ ആദ്യം തൊട്ട് മോനിരിക്കുന്ന ആ ഒരു ബൈക്ക് അതായിരുന്നു മോൻ ഇത്തവണത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അതിൻ്റെയൊക്കെ വീഡിയോ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നില്ല, കാരണം വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് തൊട്ട് പിന്നാലെ തന്നെ ഞാൻ അതിൻ്റെ വ്ളോഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മക്കളെയൊക്കെ സ്കൂളിൽ അന്ന് ക്ലാസ്സുള്ള ദിവസമായിരുന്നു. അപ്പോൾ മോനെ ക്ലാസ്സിൽ വിട്ടതിന് ശേഷം ഞാൻ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളുടെ കുറച്ചൊക്കെയാണ് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനതിന് ഫോണ്ടൻ വർക്ക് ചെയ്യുന്നതാണിത്. അപ്പോൾ കേക്ക് ഞാൻ തന്നെയാണ് മക്കളുടെ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്കും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്തു വയ്ക്കുന്ന ഫോണ്ടൻ വർക്കുകളാണ്. ഞാൻ എന്ത് സെലിബ്രേഷനും ആദ്യം ചെയ്യുന്നത് ഫോണ്ടൻ വർക്കാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ കേക്ക് ബേക്ക് ചെയ്തെടുത്തു. അത് 4 ലെയറായിട്ടാണ് മുറിക്കാറുള്ളത്. പിന്നെ അതിൻ്റെ ഐസിങ്ങിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം ഐസിങ് കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ നമ്മൾ കൊക്കോമെലൺ തീമാണ് എടുത്തത്. എല്ലാ വർഷവും ഒരേ തീമിലാണ് ചെയ്യാറുള്ളത്. ഈ മോൻ്റെയും അതെ മൂത്ത മകൻ്റെയും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരേ തീം വൈസാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതിന് പറ്റിയ കപ്പുകൾ, കപ്പ് കേക്കിനുള്ള കപ്പുകളെല്ലാം നമ്മൾ നേരത്തെ തന്നെ പോയി ബേക്കേഴ്സിൽ പോയി എടുത്ത് വയ്ക്കും. ഇതാട്ടോ കേക്ക് ഒരു വാട്ടർമെലൺ തീമിൽ, ആ ഒരു തീമിലാണ് ഞാൻ ചെയ്തെടുത്തത്. ഇപ്പോൾ ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനായിരുന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഞാനങ്ങനെ ജെൽ കളർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇത്തവണ പിന്നെ വീട്ടിലേക്ക് ആയതുകൊണ്ട് അധികം അങ്ങനെ ഫിനിഷിങ് ഞാനങ്ങനെ ചെയ്യാറില്ല. കാരണം ഒരുപാട് ഐറ്റംസ് എനിക്കന്ന് ചെയ്യാനുണ്ട്. കാരണം ഞാൻ എല്ലാ വർഷവും പിള്ളേരുടെയും എല്ലാ ബർത്ത്ഡേക്കും, ഇപ്പോൾ മൂത്ത മകൻ്റെ 12th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ 12 ഐറ്റം അല്ലെങ്കിൽ 12 ഗിഫ്റ്റ് അതുപോലെയാണ് ഞാൻ ഒരുക്കാറുള്ളത്. അപ്പോൾ ഈ മകന് 8ാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് 8 ഡിഷസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും, മാക്സിമം നോക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ഫുൾ വീഡിയോ എനിക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മൊത്തം പിടിക്കാൻ പറ്റിയില്ല. കാരണം ഇത് പിടിച്ചു തരാനായിട്ട് മക്കളും ഉണ്ടായിരുന്നില്ല, അവർ ക്ലാസ്സിൽ പോയല്ലോ. അപ്പോൾ ഇതുപോലെ കപ്പുകൾ ആ ഒരു തീമിലുള്ളത് ഞാനതിന് നേരത്തെ തന്നെ പോയി പർച്ചേസ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ കേക്കും കപ്പ് കേക്കും ബേക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഗ്ലാസ് കേക്കിനുള്ളത്. അപ്പം ഞാൻ എല്ലാ വർഷവും അവരുടെ എത്രാമത്തെ പിറന്നാളാണോ അത്രയും ഐറ്റമാണ് ആ ഒരു കേക്ക് സെറ്റ് അല്ലെങ്കിൽ കേക്ക് ടേബിളിൽ വെക്കാറുള്ളത്. കേക്ക് ഉൾപ്പെടെ, ബർത്ത്ഡേ കേക്ക് ഉൾപ്പെടെ 8 ഐറ്റം. ഇപ്പോൾ 12ാമത്തെ ബർത്ത്ഡേ ആണെങ്കിൽ 12 ഐറ്റം. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ചെയ്യാറുള്ളത്. നമ്മൾ തന്നെ ഇപ്പോൾ അറിയാമല്ലോ, എല്ലാ ഹോം വർക്കേഴ്സും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഗ്ലാസ് കേക്ക്. അപ്പോൾ ഞാൻ ഇത്തവണ 8 ഐറ്റം ഉദ്ദേശിച്ചത് കേക്ക്, കപ്പ് കേക്ക്, ഗ്ലാസ് കേക്ക്, അതുപോലെ തന്നെ പായസം, പിന്നെ ഒരു ഐസ് ക്യാൻഡി, ആ ഒരു വാട്ടർമെലൻ്റെ തീമിലുള്ള ആ ഒരു ഷേപ്പിലുള്ള ഒരു ഐസ് ക്യാൻഡി, അതുപോലെ തന്നെ വാട്ടർമെലൺ ബൗള് അതും ഉണ്ടാക്കി. പിന്നെ ഒരു നമ്മുടെ ആ ഒരു നീളത്തിലുള്ളൊരു ക്യാൻഡി പോലത്തെ ഒരു ഇതുണ്ട്. ആ ഒരു ഇതും കൂടി നമ്മുടെ ചുപ്പാച്ചിപ്പില്ലേ അതുപോലത്തെ ചുപ്പാച്ചുപ്പ് വരുന്ന ആ ഒരു ഐറ്റവും കൂടെ വെച്ചിരുന്നു. അങ്ങനെയാണ് 8 ഐറ്റം വെച്ചത്. ജാനുവരി 3-ാം തീയതി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂ ഇയർ കഴിഞ്ഞ് തൊട്ട് പിന്നത്തെ ദിവസം ആയതുകൊണ്ട് ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയൊക്കെ ഹാങ് ഓവർ തീരുന്നതിന് മുന്നേ തന്നെയാണ് മോൻ്റെ ബർത്ത്ഡേ. പക്ഷേ എല്ലാ വർഷവും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേക്കുകൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും മോൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനൊരു കുറവും വരുത്താതെയാണ് നമ്മൾ ചെയ്യാറ്. കാരണം അപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മളിപ്പോൾ കേക്കുകൾ കുറേ കഴിച്ചതല്ലേ, ഇനിയിപ്പോൾ അത്രയും ആഘോഷം വേണോ? പക്ഷേ പിന്നീട് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഒരു പ്രൗഡായിട്ടാണ് നമുക്ക് തോന്നാറ്. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് രാവിലെ തുടങ്ങി എനിക്ക് പണികളുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, കേക്ക് ബേക്ക് ചെയ്തു, കപ്പ് കേക്ക് ബേക്ക് ചെയ്തു, ഗ്ലാസ് കേക്കിനുള്ള കേക്കും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരുമിച്ചാണ് ക്രീം ചെയ്തത്. പിന്നെ ഞാൻ ആ ഒരു പുഡിങ്, അതാണ് ഇതിൽ സ്പെഷ്യലായിട്ടുള്ളത്. വാട്ടർമെലൺ ട്രൈ കളർ പുഡിങ്ങാണ് ചെയ്തത്. അതിൻ്റെ അടിയിലത്തെ ലെയർ പിസ്താഷ്യോ, ഇതാണ് പിസ്താഷ്യോ ലെയറാണ് ആ ഒരു അടിയിലത്തെ ഗ്രീൻ കളറ്. അതിൻ്റെ മുകളിലുള്ളത് ഇതാട്ടോ, ആ ഒരു ക്രീം ചീസ് ഉൾപ്പെടുന്ന ഒരു ക്രീമി ലെയറാണ്. അതിൻ്റെ മുകളിലാണ് വാട്ടർമെലൻ്റെ ഒരു ലെയർ. അങ്ങനെ അതിൻ്റെ അകത്ത് ഈ വാട്ടർമെലൻ്റെ ഒരു ഇത് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോക്കോ ചിപ്സ് കൊണ്ട് ഇട്ടിരിക്കുന്നത്. എല്ലാത്തിലും അത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ ഔട്ട് ലുക്ക് അല്ലെങ്കിൽ ഫൈനൽ ലുക്ക് വരുന്നത്.
അപ്പോൾ നമ്മൾ ഇതിൽ വെക്കാനുള്ള ആ ഒരു തീം ഇതാണെന്ന് നമ്മൾ നേരത്തെ തന്നെ സെലക്ട് ചെയ്യും. നമ്മൾ എല്ലാ വർഷവും ഇവരുടെ ബർത്ത്ഡേക്ക് ഓരോ തീം എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ഫോക്സ് ബോൾസും ആ കളർ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെച്ചു. ഫോണ്ടൻ വർക്ക് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതും വെച്ചു. പിന്നെ ഈ ഒരു തീമിലുള്ളത് പ്രിൻ്റ് എടുക്കും. അപ്പോൾ ഞാനിത് എഡിബിൾ പ്രിൻ്റ് എടുക്കാറില്ല, നമ്മുടെ വീട്ടിൽ ആവശ്യമായതുകൊണ്ട് ഞാൻ ഇതുപോലെ. അപ്പോൾ മക്കൾക്ക് ഇത് കളിക്കാം, അവർക്ക് ആൽബത്തിൽ ഒട്ടിക്കാം, അവർക്കൊരു ആൽബമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വെക്കാനൊക്കെ ആയിട്ട് ഇവരത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. എല്ലാ വർഷവും ഓരോ തീമിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക തീമുകളും നമ്മൾ എടുത്ത് കഴിഞ്ഞു. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് ചെയ്യും. അതിനനുസരിച്ച് ഒരു ചെറിയൊരു ഡെക്കറേഷനും നമ്മൾ അവിടെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. ജാനുവരി 3 തന്നെ ആയതുകൊണ്ട് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നല്ല ഹെർബറിയുള്ള ഡേയ്സാണ്. എങ്കിൽ പോലും ഞങ്ങൾ ഇതിനൊരു കുറവും വരുത്താറില്ല. അപ്പോൾ ഇതാണ് ഗ്ലാസ് കേക്ക്. അതിൻ്റെ അടിയിൽ കേക്കാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് 3 ലെയറിലുള്ള 3 സൈസിലെ ക്രീം. ഇതാണ് നമ്മുടെ പുഡിങ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഹൈലൈറ്റ് ഇതായിരുന്നു. നമ്മൾ വാട്ടർ മെലണാണെന്ന് തോന്നിയില്ല കേട്ടോ മുകളിലത്തെ ലെയർ. അതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ചുപ്പാ ചുപ്പ്. അപ്പോൾ അതും നമ്മൾ 8 എണ്ണം, ഓരോ ഐറ്റവും ഞാൻ 8 എണ്ണം വീതമാണ് ഒരുക്കാറുള്ളത്, അല്ലെങ്കിൽ 8 ആണ്. അതായത് നമ്മുടെ സാധാരണ ക്യാൻഡി സ്റ്റിക്ക് നമ്മുടെ വാട്ടർ മെലൻ്റെ അകത്ത് വെച്ചിട്ട് അത് ആ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്ത് അത് ഒരു കാരമലൈസ് ചെയ്ത ഷുഗറിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളത് ഫ്രീസ് ചെയ്യും. നമ്മളിങ്ങനെ ഷുഗർ ആ ഒരു ക്ലീൻ ഇതുണ്ടല്ലോ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. അങ്ങനെയാണ് ഒരു ഐസ് ക്യാൻഡി ഉണ്ടാക്കിയെടുത്തത്. ഇതാണ് നമ്മുടെ തീം, വാട്ടർ മെലൺ തീം അല്ലെങ്കിൽ കൊക്കോ മെലൺ തീമാണ് നമ്മളെടുത്തത്. ആ ഒരു കുട്ടിയുടെ ആ ഒരു ഫാമിലിയാണ് അവർ കാണുന്നത്. അപ്പോൾ അതാണ് നമ്മളെടുത്തത്. പിന്നെ അതിൻ്റെ പോലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ആ ഒരു കളറിൽ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം മോന് ആ ഒരു ടീഷർട്ടിൽ എനിക്ക് ആ പ്രിൻ്റ് ഇത്തവണ കിട്ടിയില്ല, എല്ലാ തവണയും കിട്ടാറുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാനൊന്ന് വെച്ചൊന്ന് എടുത്തതാണ്. പിന്നെ എനിക്ക് ക്യാപ്പൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു, ആ ഒരു പ്രിൻ്റുള്ള പോലത്തെ തന്നെ. പക്ഷേ ടീഷർട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പെട്ടെന്നാണെങ്കിൽ ആ ഒരു തീം അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ പ്രിൻ്റ് തൂക്കിയിട്ടു. കേക്കും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മോനെ ആ ഒരു ഗ്രീൻ കളറിലും ഞങ്ങളെല്ലാവരും ആ ഒരു ഗ്രീൻ, പിങ്ക്, വൈറ്റ് ആ ഒരു ഷെയ്ഡിലാണ് ഇട്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി വൈകിട്ട് ഒരു 8:30 എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ഫുഡ് വീട്ടിലുണ്ടാക്കിയില്ല, കാരണം ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ വീട്ടിൽ തന്നെ ഫുള്ളും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവർക്കും, പിന്നെ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇവിടുത്തെ മമ്മിയുടെ കസിൻ്റെ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടിയായിട്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ പുറത്ത് പോവാം. വീട്ടിൽ അതിനും കൂടിയുള്ള ടൈം എനിക്ക് കിട്ടിയില്ല, കാരണം ജാനുവരി 2 ആയിരുന്നു ആ കല്യാണം. അപ്പോൾ തലേ ദിവസം എനിക്ക് ബർത്ത്ഡേ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അന്നത്തെ ദിവസം ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ പുറത്ത് പോയി കഴിക്കാതിരിക്കുവാണ്. അപ്പോൾ ആദ്യം പ്രയർ ചൊല്ലി, ബർത്ത്ഡേ പ്രയർ ചൊല്ലി, പിന്നെ ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തു. കാരണം ഈ ഫോട്ടോസൊക്കെ ആണല്ലോ നമുക്ക് ഭാവിയിലേക്കുള്ള ഓർമ്മകളായിട്ട് എപ്പോഴും വരുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് എല്ലാവരും, അപ്പാപ്പനും അമ്മയും ഞങ്ങളും എല്ലാവരും കൂടിയുള്ള ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സമ്മാനം നേരത്തെ കൊടുത്തായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ സമ്മാനം അനിയനുള്ളത് ഇപ്പോഴാട്ടോ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അതിന് ശേഷം എല്ലാവരും കേക്കൊക്കെ മുറിച്ചു, ഹാപ്പി ബർത്ത്ഡേ പാടി. മോന് ഒത്തിരി സന്തോഷമായിട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും ഒക്കെ കേക്ക് കൊടുക്കുകയാണ്. അതിനൊക്കെ ശേഷമാണ് മോൻ കൊണ്ടുവന്ന്, മൂത്ത മോൻ ചെറിയ മോന് വേണ്ടി ഒരുക്കിയ ഗിഫ്റ്റുകൾ. അപ്പോൾ ഗിഫ്റ്റുകളെല്ലാം കൂടെ ഒരു വീഡിയോ ആക്കാമെന്ന് ഓർത്തു ഞാൻ, കാരണം ഇതിലതൊന്നും നമുക്ക് വലിയ വീഡിയോ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മോന് മിഡ് നൈറ്റിൽ കൊടുത്ത 8 സമ്മാനങ്ങളും അതുപോലെ തന്നെ അവന് സർപ്രൈസായിട്ട് കൊടുത്ത ആ ഒരു ബൈക്ക്, അതിൻ്റെ അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ എല്ലാം കൂടിയിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ അത് കൊടുക്കാം. ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. കാരണം ഇത്തവണ വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്തില്ല. സാധാരണ ഞാൻ 8 ഡിഷ് ഉൾപ്പെടുന്ന ഒരു സദ്യയും കൂടെ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഡിന്നറും കൂടിയാണ് ഒരുക്കാറുള്ളത്. നമ്മൾ എങ്ങനെയെങ്കിലും 8 വിഭവങ്ങൾ ഞാൻ ഒരുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ 10ാം ബർത്ത്ഡേ ആണെങ്കിൽ 10 വിഭവങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ ഒരു കല്യാണം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാനുള്ള പരിപാടിയാണ്. പുറത്ത് പോകണമെന്ന് പറയുമ്പോൾ ബർത്ത്ഡേ ബോയുടെയും ചേട്ടൻ്റെയും ഒരേ ഒരു ഇഷ്ടമാണ്. അവർക്ക് കുഴിമന്തി, ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും പോയിട്ടും നമുക്ക് പുതിയത് കഴിക്കാമല്ലോ. പക്ഷേ ഇവർ 2 പേരും, പിന്നെ നമ്മൾ ബർത്ത്ഡേ ബോയുടെ ഇഷ്ടമാണല്ലോ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്ഥിരം പോകുന്ന അൽറീം കുഴിമന്തിയിലോട്ട് പോയി. കാരണം അവിടെ ഇപ്പോൾ ഒരു
നമ്മുടെ കുനാഫ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഓർഡർ ചെയ്യാം, അതൊരു കേക്ക് കട്ടിങ് പോലെ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് ഇതാണ് കുനാഫ മേക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ക്രീമി കുനാഫയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം എടുക്കും കേട്ടോ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അത് അവിടെ നമുക്ക് വേണ്ടിയുള്ള കുനാഫ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 240 250 ആ ഒരു റേഞ്ചാണ്. അല്ല, ഇതിന് 300 റുപ്പീസാണെന്ന് തോന്നുന്നു. 250 300ൻ്റെ അകത്താണ് ഈ ഒരു പ്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളത് ഓർഡർ കൊടുത്തു. അതുപോലെ തന്നെ കുഴിമന്തിക്കും ഓർഡർ കൊടുത്തു. അങ്ങനെ ഇതാ നമ്മുടെ ഐറ്റം എത്തി. അപ്പോൾ നമ്മൾ കുനാഫി ഇതിന് മുന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലേറ്റായിട്ട് ഒരു കേക്ക് മോഡലിൽ മുറിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ബർത്ത്ഡേ ബോയെ കൊണ്ട് തന്നെ ആദ്യം മുറിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ലുലു എന്നാണ് ഇത് കഴിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇങ്ങനെയാണ് അവർ സെർവ് ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു പാത്രത്തിൽ പാനി ഉണ്ടാവും, നല്ല ഷുഗർ സിറപ്പ് പോലെ ഉണ്ടാവും. അത് ഒഴിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ, ഞങ്ങൾ 6 പേരും, വേറെ ആരും ഉണ്ടായിരുന്നില്ല. സാധാരണ ഞങ്ങൾ ഇവിടുത്തെ കസിൻ കുട്ടികളും എല്ലാവരും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇത്തവണ നമുക്ക് ഈ ഒരു കല്യാണവും കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ ഗസ്റ്റ് ഉണ്ടാവുന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം മമ്മിയുടെ അവിടുത്തെ കല്യാണം കഴിഞ്ഞ് അവിടുത്തെ കുറച്ച് ദൂരെ നിന്ന്, അല്ലെങ്കിൽ വയനാട് നിന്ന് വന്ന ആളുകൾ എല്ലാവരും വരുന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ഗസ്റ്റിനെ ഒന്നും വിളിച്ചില്ല. ലാസ്റ്റ് നിമിഷമായപ്പോഴാണ് അവരിങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു ചെറിയ സെലിബ്രേഷൻ നടത്തി. ഇതുപോലെ അത് ഒഴിച്ചിട്ട് ഓരോരുത്തരും ടേസ്റ്റ് ചെയ്യാണ്. നല്ല ചൂടുള്ള കുനാഫ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. നമ്മുടെ ബർത്ത്ഡേ ബോയ് ആണെങ്കിൽ ആസ്വദിച്ച് തന്നെ കഴിച്ചു. ഇതാണ് മോനെ കൊണ്ടാണ് ആദ്യം തന്നെ കഴിപ്പിച്ച് പിന്നീടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു. അതിനുശേഷം നമ്മുടെ കുഴിമന്തി വന്നു. കുഴിമന്തിയൊക്കെ അടിച്ച് പൊളിച്ച് കഴിച്ചു. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബോയുടെ 8ാമത്തെ ബർത്ത്ഡേ അടിപൊളി